ഇഞ്ചിക്കറി വെക്കാനുള്ള സാധനങ്ങൾ: മുളക്, ഉള്ളി, ശർക്കര, പുളി, വാളംപുളി, കറിവേപ്പില, ഇഞ്ചി ചെറുതായി ഗ്രേറ്റ് ചെയ്തു. എല്ലാം അരിഞ്ഞിട്ട് വറുത്തെടുക്കുന്നു. വറുത്ത് മിക്സിയിൽ പൊടിച്ച് കഴിഞ്ഞിട്ട് പുളിയും ശർക്കരയും ചേർക്കാം. പുളിക്കകത്ത് ചൂടുവെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചു. കുതിർന്ന് കഴിയുമ്പോൾ അരിച്ചെടുക്കാം. ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് വെച്ചു. അത് സബോള അരിഞ്ഞ് വെച്ചു. മുളക്, കറിവേപ്പില എടുത്ത് വെച്ചു. ഇതെല്ലാം കൂടെ വറുത്തെടുക്കുന്നു. വറുത്തെടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുന്നു. പൊടിച്ചിട്ട് പുളിയും ശർക്കരയൊക്കെ ചേർത്ത് പുളി ഇഞ്ചിയാക്കാം. ഇഞ്ചിക്കറി. ഇഞ്ചിയൊക്കെ വറുക്കാൻ കുറച്ച് എണ്ണ അടുപ്പത്ത് വെച്ചു. കുറച്ച് ഉലുവ ഇട്ടു. ഒന്ന് പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചി ഇട്ടു. ഇതിലേക്ക് മുളക്, കറിവേപ്പില ഇത് വറുത്തെടുക്കും. ചുമക്കോളം വറുക്കും. ഈ വറുക്കുന്നതിലേക്ക് കുറച്ച് ഉപ്പിട്ടു. ഇഞ്ചി വറുത്തതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. ഇത് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അതിനുശേഷം പുളിവെള്ളം ചേർത്ത് ശർക്കര ചേർത്ത് മിക്സ് ചെയ്യാം. പുളി പിഴിഞ്ഞ് അരിച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് പുളി പിഴിഞ്ഞെടുക്കണം. ഇത് മിക്സിയിൽ അടിച്ചെടുക്കുന്നു. അരച്ചത് പുളി വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അടുപ്പത്ത് ഒഴിച്ച് തിളപ്പിക്കുന്നു. ഇഞ്ചിക്കറിയുടെ വെള്ളം പറ്റാനായിട്ട് വെച്ച് വയ്ക്കുന്നു. മൂക്കാത്ത ഇഞ്ചിയും മുളകും ഒക്കെ കഴിഞ്ഞപ്പോൾ മൂത്തോളും. ഉള്ളി, ഇഞ്ചി, മുളക്, കറിവേപ്പില ഇട്ട് വറുത്തരച്ചെടുത്തു. ഇതിലേക്ക് ശർക്കര ഇടുന്നു. വെള്ളം കുറച്ച് ചേർത്തു. മൂന്ന് കഷ്ണം ശർക്കര ഇട്ടു. ഒരു കഷ്ണം ശർക്കര, 2 കഷ്ണം വെല്ലും. ഇതിനകത്ത് അലിയിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഇതിപ്പോൾ ശർക്കര അലുത്ത് വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോൾ തീയെടുക്കാം. അപ്പോൾ ഇഞ്ചിക്കറി റെഡി. പുളി ഇഞ്ചി ചോറിന് കൂട്ടാൻ വേണ്ടി അച്ചാറ് പോലെ ഉപ്പ്, പുളി, മധുര, എരിവൊക്കെയുള്ള ഇഞ്ചിക്കറി. വെള്ളം പറ്റി ശർക്കര ചാറ് അലുത്തു. ഇനി തീയെടുക്കാം. ചൂടാകുന്ന തീയിലേക്ക് വെക്കാം. മാസങ്ങളോളം കൂടാതെ കറിയായിട്ട് കൂട്ടാം. പുളി ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി, പുളിയിഞ്ചി, ഇഞ്ചിപ്പുളി എല്ലാം ഒരേ പേര്. കഞ്ഞി, ഇഞ്ചിക്കറി, പൊറുക്ക, മെഴുക്ക്.